നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഭാഗ്യം കടാക്ഷിക്കുന്ന ചില നക്ഷത്രക്കാർ, ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വളരെയധികം അനുഭവിക്കാൻ സാധിക്കുന്ന, അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ചില നക്ഷത്രക്കാർ, ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യം ശ്രദ്ധിക്കുന്നു. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഈ നക്ഷത്രക്കാർ എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും അനുകൂലമായ അവസ്ഥകളും ഗുണഫലങ്ങളും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു. ഇവർക്ക് ഭാഗ്യം കൊടുമുടി കയറിയിരിക്കുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനം വളരെയധികം ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഈശ്വരന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അവരുടെ ജീവിതത്തിൽ ബഹിർഗമിക്കുന്ന ഒരു സമയമാണ്. അതിലൂടെ ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും എല്ലാവിധത്തിലുള്ള ഐശ്വര്യമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം കൊടുമുടി കയറിയിരിക്കുന്ന ഒരു സമയമാണ്. ഇവർ തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്നു. ഇവർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഇവർ ജോലി ചെയ്യുന്ന ഇടം, ഇവിടെയൊക്കെ അവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഈ നക്ഷത്രക്കാർ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നത് ഇവരുടെ ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ കൊണ്ടാണ്. ഈ സമയത്ത് ചെയ്യുന്ന ഈ ഒരു പ്രത്യേകമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവർ പ്രത്യേകമായി ചില പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇരട്ടി ഫലമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ ഭഗവാനെ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തരുന്ന ഭഗവാന്റെ ഇഷ്ട വഴിപാടായ പാൽപായസ നിവേദ്യ സമർപ്പണ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വഴിപാടായി ചീട്ടാക്കി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക. നെയ്വിളക്ക്, തൃക്കൈവെണ്ണ ഇത്യാദി വഴിപാടുകളും ഭഗവാന് പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വഴിപാടാക്കി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യ ഫലദായകമായ ഫലങ്ങൾ എല്ലാവിധത്തിലും ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഇവർക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നതുകൊണ്ട് ഇവർ ഏറ്റെടുക്കുന്ന ജോലികൾ വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് പേര് പ്രശസ്തിയുമൊക്കെ ലഭിക്കുന്നു. പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകളും ഉന്നതികളും സമ്പന്ന പദവിയും ഒക്കെ വഹിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് സമൂഹത്തിൽ നിലയും വിലയും സാമ്പത്തിക അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമാണ് എത്തിയിരിക്കുന്നത്. ഇവർക്ക് രാജാവിന് തുല്യമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. പ്രത്യേകിച്ചും സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ഉന്നത പദവികൾ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. ഭാഗ്യം കടാക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു.
കുടുംബ അന്തരീക്ഷം അനുകൂലമായി നിൽക്കുകയും കുടുംബത്തിൽ സ്നേഹബന്ധം ദൃഢമാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. കടബാധ്യതയിൽ നിന്നുള്ള മോചനമാണ് ഇവർക്ക് വന്നു ചേരുന്ന ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ഭഗവാന് മോദകം വഴിപാട് വെള്ളിയാഴ്ച ദിവസം വഴിപാടായി സമർപ്പിക്കുക. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലമാണ്. ഭാഗ്യത്തിൻ്റെ നിറകുടമായി നിൽക്കുന്ന ഒരു സമയമാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ് ചിത്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമ്പന്ന പദവി വഹിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഒട്ടേറെ ധനം, സ്വർണം, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇവരുടെ കൂടെ വന്നു ചേരുന്നതിനും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാര വഴിപാടായി സമർപ്പിക്കുക. പിൻവിളക്ക് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ചിത്ര നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുക. ഇവർ ചെയ്യുന്ന ഏതൊരു സൽപ്രവൃത്തികൾക്കുമൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. വളരെ നാളുകളായി പലപ്പോഴും ഇവർക്ക് ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര തന്നെ വഴിപാടുകളും പൂജകളും ഒക്കെ കഴിപ്പിച്ചാൽ പോലും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാതെ വന്നിരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടുകൾ, മനസ്സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ, സാമ്പത്തിക വിഷമതകളൊക്കെ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള മാറ്റം തന്നെയാണ് ഇപ്പോഴുള്ള സമയം കൊണ്ട് സംഭവിക്കുന്നത്. അതിലൂടെ വലിയ മാറ്റങ്ങൾ, സാമ്പത്തിക നിലയിലുള്ള മാറ്റമാണ് ആദ്യം സംഭവിക്കുക. അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും തൊഴിൽ അഭിവൃദ്ധി നേടുകയും സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി നേട്ടങ്ങളും സമ്പാദ്യവും സമ്പത്തുമൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും മനസ്സമാധാനം ഉണ്ടാകുന്ന, ജീവിതത്തിൽ ഗുണഫലങ്ങൾ ഏറെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമ്പന്ന പദവി തന്നെയാണ് ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. കുടുംബാന്തരീക്ഷം അനുകൂലമായി നിൽക്കുകയും കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേർന്നുകൊണ്ട് മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ലഭ്യമാകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മഹാഭാഗ്യം, മഹാഐശ്വര്യം, സമൃദ്ധി ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. കുബേരനെ പോലെ ജീവിക്കാൻ സാധിക്കുകയും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുകയും ചെയ്യുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമ്പത്ത്, ലോട്ടറി ഭാഗ്യം ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന സമയമാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ക്ലേശങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ ഇവർക്ക് സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയം വന്നു ചേരുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും അതിസമ്പന്ന യോഗത്തിലേക്ക് കുതിച്ചുവരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. നല്ലൊരു തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. വിദേശ വാസത്തിനുള്ള അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് വന്നു ചേരും. കുടുംബാന്തരീക്ഷമൊക്കെ അനുകൂലമായി നിൽക്കുകയും ഉയർന്ന വരുമാനത്തിലേക്ക് കുതിച്ചുവരാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ മികച്ച ഉയർച്ചകൾ ഇവർക്ക് വന്നു ചേരും. പ്രൊമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്കും സമ്പന്നയോഗം തന്നെയാണ് വന്നിരിക്കുന്നത്. ഒട്ടേറെ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ സാധിക്കുന്ന, പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.